വർഷങ്ങൾക്ക് ശേഷം ഞാൻ സാരി ഉടുത്ത് ഒറ്റയ്ക്ക് ഒരു പരിപാടിക്ക് പോകാം കേട്ടോ. എനിക്കിവിടെ അധികം സുഹൃത്തുക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു പരിപാടിക്ക് എന്നെ വിളിക്കുക എന്നുള്ളത് വളരെ കുറവാണ്. ഇത് നേരത്തെ കമ്മിറ്റ് ചെയ്തൊരു പ്രോഗ്രാമായിരുന്നു. എന്നെ വിളിച്ച ആളോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ഈ ദിവസം ഹാഫ് ഡേ ലീവാക്കി പോവാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ആര്യൻകുട്ടനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യണമായിരുന്നു. അവൻ്റെ ആനുവൽ ഡേ ആണ്. അപ്പോൾ സ്കേറ്റിങ്ങിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടി. ആ ഒരു ചൂടത്തുനിന്ന് കയറി ചെല്ലുമ്പം ആ ഒരു തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കുക എന്നുള്ളത് ഭയങ്കര സുഖമുള്ളൊരു കാര്യമായിട്ട് തോന്നി കേട്ടോ. അവിടെ എത്തി അങ്ങനെ ഒരു മൂലയ്ക്ക് സ്ഥലം പിടിച്ച് അങ്ങനെ ഇരിക്കുവാണ്. എനിക്ക് പരിചയമുള്ള മുഖങ്ങൾ വളരെ കുറവായിരുന്നു. അറിയാവുന്നത് കുറച്ച് മെയിൽസിൻ്റെ ഫേസാണ് കേട്ടോ. ഡെൻറ്റിസ്റ്റ് ആയതുകൊണ്ട് അവരെ കണ്ട് പരിചയമുണ്ട്. അല്ലാതെ എനിക്ക് ആരെയും അറിയണ്ടായിരുന്നില്ല. ശ്രീ ചേച്ചിനെ കാണാമെന്ന് വിചാരിച്ചാണ് ചെന്നതെങ്കിലും എനിക്ക് അവരെ കാണാൻ പറ്റിയില്ല. ആ സമയത്ത് അവരോട് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ചായ വന്നു, പിന്നെ സമൂസ വന്നു, ട്രയാങ്കിളും ഉണ്ടായിരുന്നു, നീളത്തിലുള്ളതും ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് നീളത്തിലുള്ളതാണ്. അപ്പോൾ ഞാൻ അതെടുത്ത് കഴിച്ചു. നല്ലതായിരുന്നു. പക്ഷേ സമൂസയുടെ ടേസ്റ്റ് തന്നെ, ഷേപ്പിൽ മാത്രമേ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഫുഡിൻ്റെ സമയമായി. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഫുഡിൻ്റെ ടൈമൊക്കെ ആയപ്പോഴേക്കും കുറേ ആൾക്കാരെത്തി. അങ്ങനെ ആ ഒരു തിരക്ക് ഒഴിയട്ടെ എന്ന് വിചാരിച്ച് അവിടെ വെയിറ്റ് ചെയ്തു. എന്തായാലും ഞാൻ ഹാഫ് ഡേ ലീവായിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് സമയം എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു, ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിലും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ബുഫേ ആയിരുന്നു. ബുഫ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ഫുഡും ടേസ്റ്റ് ചെയ്യാനുള്ളൊരു അവസരമാണല്ലോ. അപ്പോൾ ഞാനൊന്നും മിസ് ചെയ്തില്ല. ഫ്രൈഡ് റൈസും ഗീ റൈസും ബട്ടർ ചിക്കനും ഗോബി മഞ്ചൂരിയനും സാലഡും സോസും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ഫ്രൂട്ട് സാലഡ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവസാനമാണ് ചെന്നത്. അപ്പോൾ അതുകൊണ്ട് ഓൾമോസ്റ്റ് ഐസ്ക്രീമൊക്കെ അലുത്ത് തുടങ്ങിയായിരുന്നു. ഐസ്ക്രീം കഴിഞ്ഞിരുന്നു. എന്നാലും നമുക്കൊരു പ്ലേറ്റ് കിട്ടി. അങ്ങനെ അതും കഴിച്ചു. എന്നെ വിളിച്ചയാൾ എനിക്ക് ഇവിടുന്ന് മീറ്റ് ചെയ്യാൻ പറ്റാത്തതിൽ ചെറിയൊരു വിഷമമൊക്കെ തോന്നിയെന്നുണ്ടെങ്കിലും ഞാൻ പരിപാടിയൊക്കെ എൻജോയ് ചെയ്തു കേട്ടോ. നമുക്കറിയത്തില്ലാത്ത ടോപ്പിക്കാണെന്നുണ്ടെങ്കിലും പുതിയൊരു കാര്യത്തെപ്പറ്റി കേൾക്കാമല്ലോ. അപ്പോൾ അതെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അങ്ങനെ തിരിച്ചറിയാൻ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് കേക്കും കലണ്ടറും ഒക്കെ കിട്ടി. അപ്പോൾ അതും വാങ്ങി എന്താ നേരെ ഇനി പാർക്കിങ്ങിലേക്കാണ്. പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോഴേക്കും നട്ടുച്ച ആയതുകൊണ്ട് തന്നെ പുറത്ത് നല്ല പൊരിഞ്ഞ് പൊള്ളുന്ന വെയിലാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഇനി ഞാൻ നേരെ ക്ലിനിക്കിലേക്കാണ്. പരിപാടിക്കിടയ്ക്ക് പേഷ്യൻസ് വിളിച്ചു. ആക്ച്വലി ഞാൻ ഇന്ന് ഫുൾ ഡേ ലീവാക്കാനുള്ളൊരു മോഹത്തിലേക്കായിരുന്നു. പക്ഷെ നടന്നില്ല. ഇനി നേരെ ചെന്ന് ക്ലിനിക്ക് തുറക്കണം. അപ്പോൾ ഞാൻ എന്താ ഇനി നേരെ ക്ലിനിക്കിലേക്ക് പോവാണ് കേട്ടോ. എൻ്റെ യൂഷ്വൽ വീട് ക്ലിനിക്ക് എന്നുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നൊരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ ഇത്രയും നല്ലൊരു ദിവസത്തിലേക്ക് എന്നെ ക്ഷണിച്ച് ശ്രീ ചേച്ചിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം. എനിക്കത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. അത്രയും നല്ലൊരു ദിവസമായിരുന്നു എനിക്കിന്ന്. അപ്പോൾ വീട്ടിലെത്തി ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു. കേക്കൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ ദാ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.